ഇന്ന് വൈകുന്നേരം ആയപ്പോഴേ വാപ്പ വീട്ടിലേക്ക് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ചിക്കൻ വൃത്തിയാക്കുന്ന സമയത്ത് ബോൺലെസ് ആയിട്ടുള്ള പീസസ് ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മാറ്റി വെച്ചു കേട്ടോ, പൊരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ചെറിയ പീസ് പൊരിക്കുന്നതാണ് ഇഷ്ടം. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിലും വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനിതാ ഒരു 3 മീഡിയം വലുപ്പത്തിലുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 കീറി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള. വെളിച്ചെണ്ണയ്ക്ക് ഓരോന്നിൻ്റെ ഫ്ലേവർ നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് കൂട്ടും. എന്നിട്ട് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമ്മളുടെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് നന്നോണം മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വേപ്പില കൊണ്ടുവരാം. അപ്പം നമ്മളുടെ വീട്ടുമുറ്റത്ത് വളരുന്ന എന്തിനും സ്വാദ് ഒരല്പം കൂടുതലായിരിക്കും അല്ലേ. അങ്ങനെ വീട്ടിലെ മരത്തിലുണ്ടായ വേപ്പിലയിൽ നിന്ന് കുറച്ച് തണ്ട് ഞാൻ ഒടിച്ച് കൊണ്ടുവന്ന് നമുക്ക് ആ വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ, നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് അതൊന്ന് ഇതായി വരും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളുടെ വേപ്പിലയും ഉപ്പും എല്ലാം കൂടെ നല്ല രീതിയിൽ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതുണ്ടല്ലോ ഒരു 5 മിനിറ്റ് എടുക്കുമല്ലോ, അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒന്ന് വരണ്ട് കിട്ടും. അത് ലൈറ്റ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്നും പെട്ടെന്നായി വരുമ്പോഴത്തേക്കും ഇതാ നമുക്ക് അതിനകത്ത് ഇടാനുള്ള മസാലപ്പൊടികളൊക്കെ എടുക്കാം. ഇത് ഉമ്മയുടെ പുതിയ ടിന്നാണ് കേട്ടോ, കാണാൻ നല്ല രസമുണ്ടല്ലേ. എന്നിട്ട് നമുക്ക് മസാലയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ വീതം മുളകും പൊടിയും, പിന്നെ 2 സ്പൂൺ വീതം മല്ലിപ്പൊടിയും, പിന്നെ കുറച്ചൊന്നൊരു അര മാത്രമേ നമുക്ക് ഗരം മസാല ഇടാം. ഗരം മസാല കൂടിയ ഫ്ലേവർ ഭയങ്കര പൊട്ടയായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് 2 സ്പൂണായിട്ട് ടേബിൾ സ്പൂണായിട്ട് നമുക്ക് ചിക്കൻ മസാല ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളുടെ തീ സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് ഈ മിക്സ് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി യോജിപ്പിക്കുമ്പം ഈ മസാലേൻ്റെ എല്ലാ കുത്തലും മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അതിനുശേഷം വേറൊന്നും ചെയ്യാൻ പാടുള്ളൂ. ആ കുത്തലൊക്കെ ഒന്ന് മാറി വരുമ്പോഴേ ഒരു പച്ചമണം കേട്ടോ, അതൊക്കെ മാറി വരുമ്പോൾ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളം കുറച്ച് നമുക്ക് ഈ ഒരു ഗ്രേവിയിലിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം കുറച്ചൊരു നല്ലൊരു ഗ്രേവി രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഗ്രേവി രൂപത്തിൽ കിട്ടിയിട്ട് നമുക്ക് അവിടെ കഴുകി മാറ്റി വെച്ചേക്കുന്ന ചിക്കനൊക്കെ എടുത്ത് അതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം. ഗ്രേവി രൂപമാകുമ്പം നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ ഉള്ളിലേക്കും മൊത്തത്തിൽ ഇതിൻ്റെ മസാലയൊക്കെ പെട്ടെന്ന് കയറി പിടിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത്. എന്നിട്ട് നമുക്ക് പച്ച ചിക്കനിലേക്കൊക്കെ നല്ല മസാല കയറാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ സെറ്റായിട്ട് വരും. അതിനുശേഷം നമുക്ക് വേവിക്കാൻ മൂടി വെക്കാം. അതിന് മുന്നേ ഞാൻ കുറച്ചും കൂടി ആ തിളപ്പിച്ച് വെച്ച വെള്ളത്തിനകത്ത് നിന്ന് ബാക്കി കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. കാരണം കുറച്ചധികം ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് നാളത്തേക്കൊക്കെ യൂസ് ചെയ്യാമല്ലോ ബാലൻസ് വരുമ്പോൾ. എന്നിട്ട് ഇതിങ്ങനെ വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ വേവാൻ ഏകദേശം ഒരു 20-25 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമ്മൾ ചിക്കൻ വെന്ത് കുക്കായി കിട്ടും. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്നിട്ട് ഇളക്കിയൊക്കെ കൊടുക്കാം. അങ്ങനെ ഒരു 24 മിനിറ്റ് ഞാൻ സമയം നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച് വെക്കേണ്ട ഒന്നും ആവശ്യമില്ലടാ, ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.